മുരുക മുരുക മുരുകന്നാ പേര്? സത്യശീലൻ. ആ സത്യശീലൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ആള് മാറി വന്നൊക്കെ വിചാരിച്ചു. സത്യശീലൻ. ആ പശു പറഞ്ഞ മയ്യത്തായി അല്ലേ? ആ ഒരു പശു ചത്തുപോയി. അപ്പൊ അതിന്റെ നഷ്ടപരിഹാരം വേണം. വേണം വേണം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പൊ ഫോട്ടോ എവിടെ? ഫോട്ടോ ഇല്ല. ഫോട്ടോ എവിടെ? ഫോട്ടോ ഒരു പഴയ ഫോട്ടോ. അത് മതി, അത് മതി, അത് മതി. 4-5 വർഷം മുമ്പേ ഉള്ള ഒരു ഫോട്ടോ. അതിപ്പോ അത് ശരി, ഇങ്ങനത്തെ ഒരു ഫോട്ടോ. ഇത് പറ്റൂല. അതിനിപ്പോ കൊമ്പും മാലൊന്നും ഇല്ലല്ലോ. ഇത് നിങ്ങടല്ലേ? അതെ. ഇതല്ലേ വേണ്ട? പശുവിന്റെ വേണോ? പശുവിന്റെയോ? സാറേ ചത്ത പശുവിന്റെ ഇപ്പൊ ഫോട്ടോ അല്ല, ചത്ത പശുവിന്റെ ആണ് വേണ്ടത്. ഓ മുരുക മുരുക മുരുക. എന്താ ഇപ്പൊ കാട്ടുക? എന്താ ചെയ്യപ്പോ നമ്മളെന്നി? ഇപ്പൊ ഈ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതിപ്പോ ഇതിന് എവിഡൻസ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പൊ പശു ഏതാന്ന് അറിയാൻ അതിന്റെ ആ ഫോട്ടോ അതിനാണ് എവിഡൻസ്. പശു ചത്ത സമയത്ത് അതിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പശു ചാവുമ്പോ. ഞാനൊരു ഭക്തനാണ്. അധിക സമയവും വീട്ടിലുണ്ടാവില്ല. ഈ ക്ഷേത്രങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കുകയാണ്. കാശി, രാമേശ്വരം, മധുര, മീനാക്ഷി, മൂകാംബിക, അങ്ങനെ ഹരിദ്വാർ വഴി ഗംഗയിലൂടെ ഒക്കെ ഇങ്ങനെ മുങ്ങി നടക്കുകയാണ്. ജലദോഷം വിട്ടിട്ടില്ല എപ്പോഴും. ചെറിയൊരു അല്ല, അപ്പൊ വീട്ടില് ആൾക്കാർ ഭാര്യയും മക്കളും അങ്ങനെ? വീട്ടില് ഭാര്യയുണ്ട്, ഒരു ചെക്കനുണ്ട്. ചക്കയല്ല, ചെക്കനുണ്ട്. കുട്ടി മകനുണ്ട്. അത് ശരി. ഓന്തായിന്ന് പഠിക്കാണ്. എത്രയില്ല? 6-ലോ 7-ലോ 8-ലാണ്. ഉറപ്പന്നെയാണല്ലേ? അല്ല, അപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണല്ലേ? നിങ്ങള് ഗംഗയില് മുങ്ങി നടക്കുകയാണല്ലോ. അതെ അതെ അതെ. ഇതൊക്കെ ഭാര്യ കുട്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്യാസത്തിന് മുമ്പ് തോന്നിയിട്ടുള്ള ഒരു തോന്നിയാസം. ഇപ്പൊ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അങ്ങനെ നടക്കുകയാണ്. എങ്ങനെ ഇപ്പൊ അവര് കയ്യലൊക്കെ? അവർക്ക് പശു ഉണ്ടല്ലോ. 5-8 ലിറ്റർ പാല് ഇറക്കണ പശുവായിരുന്നു. അതാ ചത്തുപോയത്. അത് ശരി. നിങ്ങളാ ചങ്ങനെയും പോയി. വളരെ കാര്യം ഇടങ്ങറായില്ലേ? അല്ല, നിങ്ങള് ഇപ്പൊ ഇങ്ങനെ നടന്ന എങ്ങനെ എന്തെങ്കിലും കിട്ടുവോ? എന്ത്? അല്ല, എന്തിനും കഴിഞ്ഞുകൂടാനുള്ള സന്യാസത്തില് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, എല്ലാം ത്യജിച്ചിട്ടുള്ള യാത്രയല്ലേ. ഇങ്ങനെയാണ് സന്യാസം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് കഴിക്കാനും ഇതൊക്കെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അത് ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം കാണും. അപ്പൊ എങ്ങനെ അറിയാ? നല്ല ക്ഷേത്രങ്ങളിൽ മുൻകൂട്ടിയിട്ട് നമുക്ക് അന്നദാനം നടക്കുന്നത് അറിയാം. നല്ല മോര് പാർന്ന കൂട്ടാനും ഒരച്ചാറും പപ്പടവും അത് പോരെ? അല്ല, അപ്പൊ ഈ ഭാര്യ എന്ത് പറഞ്ഞില്ലേ? എന്താ പറയാഞ്ഞേ? ഭാര്യ ഇപ്പോ തിരുവനന്തപുരത്തേക്ക് ആയതുകൊണ്ട് ഭാര്യ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വരണ്ട, ഞാൻ പോയിട്ട് വരാം, ഞാൻ സാറിനെ കണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഈ ഫോട്ടോക്ക് ഇപ്പൊ എന്താ ഞങ്ങള് ഫോട്ടോ കൊണ്ടിരി? അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടല്ല, അവരുടെ ഗതികൾ ആലോചിച്ചിട്ട് ഞാൻ പറയാൻ എന്തെങ്കിലും ചെയ്യാം. സാറേ, അത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരണം. അല്ല, ചെയ്യാ. ഇപ്പൊ ഫോട്ടോ വേണം. വേറെ ഒരു മാർഗവും ഇല്ലാതിട്ടുണ്ട്. വേറെ ഒരു മാർഗമില്ല. ഞങ്ങളിപ്പോ നിങ്ങളുടെ ഈ ഫോട്ടോ കൊണ്ട് ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഇല്ല, കൂട്ടുകാർക്കും ഇല്ല. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ എന്റെ കുട്ടികൾ വെള്ളത്തിലാവും. അവറ്റല്ലും വെള്ളത്തിൽ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ ഇനി എന്ത് വേണം? ഇനി ഫോട്ടോ കൊണ്ടേ അത് കൊണ്ടേക്കോ. അത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഞാനൊക്കെ പൈസ വെച്ചിട്ടുണ്ട്. മുരുക പോട്ടെ സാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ എന്റെ മുരുക, എന്നെ കാക്കണേ മുരുക. മുരുക ഒരു പണിക്കും പോവാണ്ട് മുരുകനെ വിളിച്ചാൽ മുരുക പണിക്ക് പോകാത്തവരെ ആക്കാൻ നിൽക്കല്ലേ? അല്ലാത്തവരെ നോക്കാൻ മുരുക ഞാനില്ല. അല്ല, ഓരോ ജാതി ആൾക്കാർ കല്യാണം കഴിച്ച് ഭാര്യ ഇങ്ങോട്ട് എന്താ ഈ ജാതി ഹംകിങ്ങളെ ചിന്തിച്ചുണ്ടോ? പണിക്കും പോവില്ല, നല്ല മോര് പാർത്ത കൂട്ടാണ്ടാവും ഇത്രേ. എന്ത് ചെയ്യണം ഈ ജാതി സാധനത്തിനൊക്കെ?